എടാ മാറ നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ട സിനിമ എത്രമാത്രം ഹാപ്പിയാണ്? ഒരുപാട് സന്തോഷം. എല്ലാവരും സിനിമ കാണും. ശരിക്കും മമ്മൂട്ടി ഫാനാണോ? പിന്നെ അതെ അതെ എല്ലാരും എത്തിയല്ലോ. പടമൊക്കെയല്ലേ? നല്ല രസമുണ്ട്. ഞാനത് തിയേറ്ററിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഫീലുണ്ട് സിനിമ തിയേറ്ററിൽ കാണാൻ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടു നടന്നിറങ്ങിയവർക്ക് എന്തായാലും പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ജോബിൻ ചെയ്ത ഒരു പടം അത് ഭയങ്കര എന്ത് തോന്നി നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് എന്തായാലും കേട്ടിൽ കണ്ട് നിങ്ങൾക്ക് കിട്ടിയത് അതേ ഫീൽ തന്നെയാണ്. സിനിമയ്ക്കകത്തുള്ള സസ്പെൻസ് ആയിട്ടാണ് സിനിമയ്ക്കകത്ത് മറ്റൊരു അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. കണ്ടിറങ്ങുമ്പോൾ എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കാണാൻ ഒരുപാട് പേർക്ക് സംശയം ആ സിനിമ അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതെ, ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് അതാണ്. ഇനി കാണാനുള്ളവർക്ക് അത് സ്പോയിലറാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക. എന്തായാലും എല്ലാവരോടും പറയുക, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ളത് കമ്മ്യൂണിറ്റി എന്തൊക്കെയാണെന്ന് പറയുക. സിനിമ കാണാൻ എല്ലാവരും നമുക്കവിടെ സമ്മതമില്ലാതെ സിനിമ സംഭവിക്കുന്നത് നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര ജെന്യൂനായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് തന്നെയാണ് ഓഡിയൻസിനെ കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള തിയേറ്റേഴ്സിനുള്ള റിവ്യൂസ് ഞങ്ങൾ അന്വേഷിക്കേണ്ട എല്ലാം ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. എന്തായാലും 2025 നല്ലൊരു പടം. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സിനിമ നല്ലതാണെങ്കിൽ ഇനിയും കൂടുതൽ പ്രൊമോഷൻസ് ചെയ്യും. വളരെ കോൺഫിഡൻസിൽ നമുക്ക് ആളുകളോട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് കടക്കാം. നല്ലൊരു സിനിമയാണ് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കിട്ടുന്ന റെസ്പോൺസസ് അതാണ്. അപ്പോൾ ഇനി ധൈര്യമായിട്ടും നിർബന്ധിച്ച് സിനിമ കാണിക്കുക. കാരണം ഇത്തരത്തിലൊരു സിനിമ വല്ലപ്പോഴും മാത്രമേ സംഭവിക്കുന്നതാണ്. ആ സിനിമ കാണണം. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് കണക്ട് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സിനിമാ പ്രേമികൾക്കും സിനിമാ ആരാധകർക്കും അതിൻ്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ
തിയേറ്റർ വിസിറ്റ്സ് കാണും. അപ്പോൾ ആ സമയത്ത് ഇച്ചിരി കൂടെ അറിയാം. ഐ എം ഹാപ്പി. എല്ലാവരും വന്നിട്ട് സിനിമ കാണാം. പ്ലീസ് ഇൻ ദ തിയേറ്റർ വന്നിട്ട് സിനിമ കാണാം. ആക്ച്വലി സിനിമയ്ക്കകത്ത് സിനിമ പറയുന്ന ഒരു ശരിക്കും നടന്ന സ്റ്റോറിയാണോ ഫാന്റസി ആണോ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോയി. അതെ, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി യു മേക്ക് ഇറ്റ് ഔട്ട്. എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലൊക്കെ ആസിഫിക്കാൻ ഉറപ്പായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസിഫിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഇപ്പം നിങ്ങൾ പെർഫോമിലേക്ക് കാണുന്ന സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. എൻ്റെ പെർഫോമൻസിലേക്ക് ഈ ഡയലോഗ്സും പരിപാടി എല്ലാം കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആസിഫ് വാസ് ദെയർ ടു സപ്പോർട്ട് മീ ഓൺ ഫ്ലോ. ജോഫിൻ വാസ് ദെയർ, ജോൺ, cameraman, everybody was there. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ